സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ എന്തും സഹിക്കാൻ കഴിഞ്ഞേക്കും. കഠിനമായ പരിഹാസങ്ങളോ ചതിക്കുഴികളോ എന്തിന് തകർന്നുപോകുന്ന സാഹചര്യങ്ങളോ പോലും അവൻ അതിജീവിച്ചേക്കാം. എന്നാൽ തന്നെ ആരെങ്കിലും മനഃപൂർവ്വം അദൃശ്യനാക്കാൻ ശ്രമിച്ചാൽ, അതായത് ഇഗ്നോർ ചെയ്താൽ, അതായിരിക്കും അവന്റെ ഉള്ളിൽ ഏൽക്കാവുന്ന ഏറ്റവും വലിയ മുറിവ്. സത്യം പറഞ്ഞാൽ, ഒരു പരസ്യമായ അപമാനത്തേക്കാൾ ഒരാളെ വേദനിപ്പിക്കുന്നത് അയാളുടെ സാന്നിധ്യം ആരും കാണാതെ പോകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ അതിവേഗ ലോകത്ത് അവഗണനയുടെ കല ഒരു അത്ഭുതവിദ്യയല്ല, മറിച്ച് ശത്രുവിനെ നിശബ്ദനാക്കാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും മാരകമായ ആയുധമാണെന്ന് പറയുന്നത്. നമ്മുടെ ഓരോ ദിവസവും അനാവശ്യമായ തർക്കങ്ങളും നെഗറ്റിവിറ്റിയും ടെൻഷനും നിറഞ്ഞതാണ്. നമ്മളെ തളർത്താനും നമ്മുടെ ഊർജ്ജം നശിപ്പിക്കാനും നോക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടാകും. എപ്പോൾ എങ്ങനെ ഒരാളെ അവഗണിക്കണം എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ അറിയാതെ തന്നെ ജീവിതമെന്ന വലിയ മത്സരത്തിൽ നിന്ന് പുറത്തായിപ്പോകും. എന്നാൽ ഈ കലയിൽ വൈദഗ്ധ്യം നേടിയവൻ ആരാണോ, അവനാണ് ജീവിതത്തിലെ യഥാർത്ഥ കളിക്കാരൻ. അവനു മാത്രമേ സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ലോകത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി തന്റേതായ ഒരു വ്യക്തിത്വം കെട്ടിപ്പടുക്കാനും സാധിക്കൂ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരാളെ മാനസികമായി തളർത്താൻ സഹായിക്കുന്ന 10 അപകടകരമായ മനഃശാസ്ത്രപരമായ വഴികളാണ്. വെറുതെ മിണ്ടാതിരിക്കുക എന്നതല്ല യഥാർത്ഥ അവഗണന. പകരം എതിരാളി എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും അയാളുടെ ഉള്ളുലയ്ക്കുന്ന, അയാളെ സ്വയം തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തന്ത്രമാണിത്. യാതൊരു തർക്കവുമില്ലാതെ, ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ഒരാളെ മാനസികമായി ഇല്ലാതാക്കുന്ന വിദ്യ. ചാണക്യൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ശത്രുവിനെ നേരിടുന്നത് ബുദ്ധിയാണെങ്കിൽ ശത്രുവിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് അതിനേക്കാൾ വലിയ തന്ത്രമാണ് എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അപമാനിക്കപ്പെടുന്നത് വേദനയാണ്, എന്നാൽ ആരും ഗൗനിക്കാതെ പോകുന്നത് അതിനേക്കാൾ വലിയ നരകമാണ്. ഈ കല നിങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളുടെ പിന്നാലെ വരാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം സംരക്ഷിക്കുക മാത്രമല്ല, ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രതികരിച്ച് ഊർജ്ജം കളയുന്ന ആ സാധാരണ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്യും. ആ തിരിച്ചറിവാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവഗണനയുടെ ഈ വിദ്യകൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? വീഡിയോ പൂർണ്ണമായും കാണുക, എങ്കിൽ മാത്രമേ ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാകൂ. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ വിദ്യ, അതൊരു മനഃശാസ്ത്രപരമായ ആയുധമാണ്. അവഗണന എപ്പോൾ ഏറ്റവും മാരകമാകും? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം അയാളുടെ അഹംഭാവമാണ്, അഥവാ ഈഗോ. അതിലേക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരം അവഗണിക്കപ്പെടുക എന്നതാണ്. നിങ്ങൾ ഒരാൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നു എന്ന് കരുതുക. എപ്പോഴും അവർക്ക് ലഭ്യമാണ്. അവരുടെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും നിങ്ങൾ ഓടിയെത്തുന്നു. പതിയെ പതിയെ നിങ്ങളുടെ ഈ സാന്നിധ്യം അവർക്ക് വിലയില്ലാത്തതായി മാറും. സത്യം പറഞ്ഞാൽ, ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം അവരെ അലോസരപ്പെടുത്താൻ തുടങ്ങും. നിങ്ങൾ അവർക്ക് വേണ്ടി എപ്പോഴും അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളുടെ സാന്നിധ്യത്തേക്കാൾ നിങ്ങളുടെ അസാന്നിധ്യം കൊണ്ട് ഒരാളെ തോൽപ്പിക്കുന്നതാണ് ഈ വിദ്യയിലെ ആദ്യ പാഠം. ചാണക്യൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആദരവ് ലഭിക്കാത്ത ഒരിടത്തും നിങ്ങൾ പോകരുത് എന്ന്. കാരണം നിങ്ങളുടെ വില തിരിച്ചറിയാത്ത ഒരിടത്ത് തുടരുന്നത് നിങ്ങളെ തന്നെ മാനസികമായി തളർത്തുന്നതിനും ബലഹീനനാക്കുന്നതിനും തുല്യമാണ്. ഇവിടെയാണ് അവഗണന എന്ന അതിശക്തമായ മനഃശാസ്ത്രപരമായ ആയുധത്തിന്റെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. മറ്റൊരാൾ നിങ്ങളുടെ സാന്നിധ്യത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ മാത്രം പ്രയോഗിക്കേണ്ട ഒരു തന്ത്രമാണിത്. ആ നിമിഷം മുതൽ കളി മാറണം. ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തുക. നിങ്ങളുടെ ജീവിതം സ്വന്തം കാര്യങ്ങൾക്കായി അത്രമേൽ തിരക്കുള്ളതാക്കി മാറ്റുക. അവരുണ്ടെങ്കിലുമില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റവുമില്ലെന്നും അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും പ്രധാനമല്ലെന്നും അവർക്ക് ബോധ്യപ്പെടണം. തുടക്കത്തിൽ ഇവനിപ്പോൾ എന്റെ അടുത്തേക്ക് വരുമല്ലോ, ഇപ്പോൾ മിണ്ടുമല്ലോ എന്ന അഹങ്കാരത്തിലായിരിക്കും അവർ കഴിയുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണത്തിനായി അവർ കാത്തിരിക്കും. പക്ഷേ അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ പരീക്ഷണം. എന്തുതന്നെ സംഭവിച്ചാലും ആ വ്യക്തിയോട് മിണ്ടാനോ പ്രതികരിക്കാനോ നിൽക്കരുത്. അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളോ കഠിനമായ സങ്കടങ്ങളോ എന്തുതന്നെ നടന്നാലും നിങ്ങൾ അവിടെ അദൃശ്യനായിരിക്കണം. നിങ്ങളുടെ ഈ നിശബ്ദതയാണ് അവരുടെ ഏറ്റവും വലിയ ശത്രുവായി മാറാൻ പോകുന്നത്. പതിയെ പതിയെ അവർ ചിന്തിക്കാൻ തുടങ്ങും, എവിടെയാണ് എനിക്ക് പിഴച്ചത്? എന്തുകൊണ്ടാണ് ഇയാൾ എന്നെ ഇത്രത്തോളം അവഗണിക്കുന്നത്? ഈ ചോദ്യങ്ങൾ അവരെ ഉള്ളിൽ നിന്ന് തകർക്കും. ബുദ്ധിയില്ലാത്തവരോട് തർക്കിക്കുന്നതിനേക്കാൾ നല്ലത് മൗനം കൊണ്ടവരെ തോൽപ്പിക്കുന്നതാണെന്ന ചാണക്യന്റെ തന്ത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനു പകരം നിങ്ങളുടെ മൗനവും അവഗണനയും അവരെ മാനസികമായി തളർത്തും. എത്ര വലിയ അഹങ്കാരിയായാലും അവർക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ അഥവാ അറ്റൻഷൻ കിട്ടുക എന്നത് ഒരു വലിയ ആവശ്യമാണ്. നിങ്ങൾ ആ ശ്രദ്ധ കൊടുക്കുന്നത് നിർത്തുന്നതോടെ അവർക്ക് ഉള്ളിൽ ഒരു വലിയ ശൂന്യത അനുഭവപ്പെടും. അപ്പോഴാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. അവർ തോറ്റു തുടങ്ങും. നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുപിടിക്കാൻ അവർ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നിർബന്ധിതരാകും. ആ നിമിഷമാണ് അവരുടെ അഹങ്കാരം തകരുന്നത്. തർക്കങ്ങളില്ലാതെ, യുദ്ധങ്ങളില്ലാതെ ഒരാളെ മാനസികമായി കീഴടക്കാനുള്ള വിദ്യയാണിത്. ഇത് വെറുമൊരു ശീലമല്ല, മറിച്ച് ശരിയായ സമയത്ത് പ്രയോഗിച്ചാൽ ഏതൊരാളെയും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സൈക്കോളജിക്കൽ വെപ്പണാണ്. ഇനി രണ്ടാമത്തെ കാര്യം,
അമിതമായ നിഷ്കളങ്കത നിങ്ങളെ നശിപ്പിക്കും. സുഹൃത്തുക്കളെ, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. ഈ ലോകത്ത് അമിതമായി നന്മ കാണിക്കുന്നവരും നിഷ്കളങ്കരുമാണ് ആദ്യം ചതിക്കപ്പെടുന്നത്. ഇതൊരു തമാശയല്ല, ജീവിതത്തിലെ പച്ചയായ സത്യമാണ്. ചാണക്യനീതി നമ്മെ പണ്ടേ പഠിപ്പിച്ച പാഠമാണിത്. കാട്ടിലെ നേരായ മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും. കണ്ണടച്ച് എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന് ചാണക്യൻ തറപ്പിച്ചു പറയുന്നു. എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുകയും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പലപ്പോഴും ലോകം നിങ്ങളെ ഒരു ബലഹീനനായിട്ടായിരിക്കും മുദ്രകുത്തുക. നിങ്ങളുടെ ആ നന്മയെ ഒരു മുതലെടുപ്പിനുള്ള അവസരമായിട്ടാണ് പലരും കാണുന്നത്. ഈ ലോകം അത്ര നിഷ്കളങ്കമല്ല സുഹൃത്തുക്കളെ. ഇവിടെ ഓരോരുത്തരും അവരവരുടെ ലാഭത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. നിങ്ങൾ അവർക്ക് ഉപകാരപ്പെടുന്നിടത്തോളം കാലം നിങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവനായിരിക്കും. എന്നാൽ എന്നാണോ നിങ്ങൾ നോ എന്ന് പറയാൻ പഠിക്കുന്നത്, എന്നാണോ മറ്റുള്ളവരുടെ അനാവശ്യ ആവശ്യങ്ങൾക്ക് തടയിടുന്നത്, അന്നു മുതൽ അവരുടെ മനോഭാവം മാറും. നിങ്ങളെ സ്വന്തമെന്ന് വിളിച്ചിരുന്നവർ പോലും നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. എല്ലാവരെയും പ്രീണിപ്പിക്കാൻ നടന്നാൽ ആളുകൾ നിങ്ങളെ ഒരു മനുഷ്യനായിട്ടല്ല, മറിച്ച് വെറുമൊരു ഉപകരണമായിട്ടായിരിക്കും കാണുക. നിങ്ങൾ മിണ്ടാതിരിക്കുകയും അവർക്ക് മുന്നിൽ കുനിഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവർ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ എന്നെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അഹങ്കാരം വന്നുവെന്ന് അവർ പറയും. പക്ഷേ സത്യത്തിൽ അത് അഹങ്കാരമല്ല, മറിച്ച് വൈകിയാണെങ്കിലും നിങ്ങൾ പഠിച്ചെടുത്ത നിങ്ങളുടെ ആത്മാഭിമാനമാണ്. ഈ ഘട്ടത്തിലാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കേണ്ടത്: അവഗണിക്കാൻ പഠിക്കുക എന്നത്. നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കാൻ ശീലിക്കുക. മറ്റുള്ളവരുടെ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ലെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ നിങ്ങളെ അവഗണിക്കുകയോ ചെയ്താൽ അവർക്ക് മറുപടി നൽകി നിങ്ങളുടെ ഊർജ്ജം പാഴാക്കരുത്. അവിടെ നിങ്ങളുടെ നിശബ്ദതയും അവഗണനയുമാണ് ഏറ്റവും മികച്ച മറുപടി. ഈ ലോകത്ത് നിങ്ങൾ എത്രത്തോളം അവഗണിക്കാൻ പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ കരുത്തനായി മാറും. എല്ലാവർക്കും മുന്നിൽ എപ്പോഴും കുനിഞ്ഞുകൊടുക്കുന്നവന് ഒരിക്കലും ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയില്ല. അമിതമായ നിഷ്കളങ്കത ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വിനയാകുമെന്ന് എത്രയും വേഗം തിരിച്ചറിയുന്നുവോ അത്രയും വേഗം നിങ്ങൾ സ്വയം ബഹുമാനിക്കാൻ പഠിക്കും. ഇനി ആരെങ്കിലും നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യാൻ നോക്കിയാൽ ഒന്നും മിണ്ടാതെ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവഗണിക്കുക. കാരണം ചാണക്യൻ പറഞ്ഞതുപോലെ കാട്ടിലെ നേരായ മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക: ഇനി മുതൽ ഞാൻ അമിതമായി നിഷ്കളങ്കനാകില്ല. ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു വാഗ്ദാനമായിരിക്കണം. അടുത്തതായി നാം നോക്കുന്നത് സൈലന്റ് സ്ട്രാറ്റജി അഥവാ മൗനത്തിന്റെ തന്ത്രമാണ്. നിശബ്ദത ഒരു ആയുധമാകുന്ന നിമിഷം. നമ്മൾ ഒരാളെ പൂർണ്ണമായും അവഗണിക്കുമ്പോൾ അവിടെ നിശബ്ദമായൊരു മാനസിക യുദ്ധം ആരംഭിക്കുകയാണ്. പുറമേയെല്ലാം ശാന്തമായി കാണപ്പെടുമെങ്കിലും അവഗണിക്കപ്പെടുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് അടിച്ചു തുടങ്ങും. അതുവരെ തന്നെത്താൻ വലിയ ശക്തനെന്ന് കരുതിയിരുന്ന വ്യക്തി തന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് ഇയാൾ എന്നെ ഇങ്ങനെ തീർത്തും അവഗണിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ വരുമ്പോൾ അവരുടെ ആത്മവിശ്വാസം തകരും. തർക്കിക്കാൻ നിന്നാൽ അവർക്ക് മറുപടി പറയാൻ നിങ്ങൾ ഒരവസരം നൽകുകയാണ്. എന്നാൽ മൗനം അവരെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നാൻ തുടങ്ങും. നിങ്ങൾ ഒരാൾക്ക് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ നിശബ്ദനാകുമ്പോൾ, അയാളെ പൂർണ്ണമായും അവഗണിക്കുമ്പോൾ ആ വ്യക്തി സ്വന്തം ചിന്തകളുടെ തടവറയിലാകുകയാണ്. ഇതാണ് അയാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. യുദ്ധം എപ്പോഴും വാളുകൊണ്ടല്ല ജയിക്കേണ്ടതെന്ന് ചാണക്യനെപ്പോലെയുള്ള മഹാതന്ത്രജ്ഞർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും നിശബ്ദതയാണ് ഏറ്റവും മൂർച്ചയുള്ള ആയുധം. ഒരാൾ നിങ്ങളോട് കയർത്ത് സംസാരിക്കുകയും വഴക്കിടുകയും ചെയ്യുമ്പോൾ അയാൾ തന്നെ ബലഹീനനാക്കുകയാണ്. എന്നാൽ ശാന്തനായിരിക്കുന്ന വ്യക്തി എല്ലാം നിരീക്ഷിക്കുന്നു, സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു, തന്റെ മൗനം കൊണ്ട് എതിരാളിയുടെ ആത്മവിശ്വാസം തകർക്കുന്നു. ആരെങ്കിലും നിങ്ങളോട് ചതി കാണിക്കുകയോ പുറകിൽ നിന്ന് കുത്തുകയോ ചെയ്യുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അവരോട് തർക്കിക്കാൻ നിൽക്കാതെ അവഗണനയുടെ മതിൽ തീർത്ത് നിങ്ങൾ കൂടുതൽ കരുത്തനാകുക. നിങ്ങളുടെ മൗനം അയാളുടെ ഉള്ളിൽ ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിന് തുടക്കമിടും. ഞാൻ ചെയ്തത് തെറ്റാണോ? എന്തുകൊണ്ടാണ് ഇയാളിപ്പോൾ ഇത്ര ശാന്തനായിരിക്കുന്നത്? തുടങ്ങിയ ചോദ്യങ്ങൾ അയാളുടെ സമാധാനം കെടുത്തും. നിങ്ങൾ എപ്പോഴാണോ പ്രതികരിക്കുന്നത് നിർത്തുന്നത്, അന്നു മുതൽ അയാൾ സ്വന്തം കുറ്റബോധത്തിന്റെ നിഴലിലായിത്തീരും. പുറമെ അയാൾക്ക് യാതൊരു മാറ്റവുമില്ലെന്ന് തോന്നിയേക്കാം, പക്ഷെ അയാളുടെ ഉള്ളിലെ ചിന്തകൾ മുഴുവൻ നിങ്ങളെക്കുറിച്ചായിരിക്കും. പണ്ട് നിങ്ങൾ അയാളുടെ പിന്നാലെ നടന്നിരുന്നപ്പോൾ അയാൾ നിങ്ങളെ പുച്ഛിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ യാതൊരു ദേഷ്യവുമില്ലാതെ ഒരു പ്രതികരണവുമില്ലാതെ അവഗണിക്കുമ്പോൾ അയാൾ സ്വയം പ്രതിക്കൂട്ടിലാക്കുന്നു. അവിടെ ജഡ്ജിയോ വക്കീലോ ഇല്ല, മറിച്ച് അയാളുടെ സ്വന്തം മനസാക്ഷി മാത്രമാണുള്ളത്. അയാൾ നിങ്ങളെ നോക്കുന്നില്ല എന്ന് ഭാവിക്കുമ്പോഴും അയാളുടെ കണ്ണുകൾ നിങ്ങളുടെ ഓരോ നീക്കങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ടാകും. നിങ്ങൾ അയാൾക്ക് നൽകിയിരുന്ന ആ പഴയ അറ്റൻഷൻ
ഇപ്പോൾ ലഭിക്കാത്തതാണ് അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നത്. അതുകൊണ്ട് അന്തിമമായ തന്ത്രം ഇതാണ്: അയാളെ അയാളുടെ വഴിക്ക് വിടുക. അയാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളെ ബാധിക്കുന്നേയില്ല എന്ന് അയാൾക്ക് തോന്നണം. നിങ്ങളുടെ ജീവിതത്തിൽ അയാൾക്ക് യാതൊരു സ്ഥാനവുമില്ലെന്ന തിരിച്ചറിവ് അയാളെ ഉള്ളിൽ നിന്ന് തകർത്തു കളയും. ഓർക്കുക, ഉറക്കെ സംസാരിക്കുന്നവനല്ല അപകടകാരി, മറിച്ച് നിശബ്ദത കൊണ്ട് മറ്റൊരാളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അവഗണിക്കുക എന്നത് വെറുമൊരു മൗനമല്ല, അതൊരു ബുദ്ധിപരമായ നീക്കമാണ്. ഇത് പഠിച്ചവൻ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ വിജയിയാകുകയുള്ളൂ. ഇനി നമുക്ക് 4ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. ഉയരങ്ങളിലേക്ക് വളരണമെങ്കിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പഠിക്കണം. ജീവിതത്തിൽ മുന്നേറാൻ ഏറ്റവും അത്യാവശ്യം എന്താണെന്ന് ചോദിച്ചാൽ പലരും കഠിനാധ്വാനമെന്നോ സമയക്രമീകരണമെന്നോ ഒക്കെ പറയുമായിരിക്കും. എന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഉയരങ്ങളിലെത്തണമെങ്കിൽ ആദ്യം ഭാരങ്ങൾ ഇറക്കിവെക്കാൻ പഠിക്കണമെന്നാണ്. കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാം, പക്ഷേ ഇതാണ് പരമമായ സത്യം. സകലതിനെയും മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയില്ലെന്ന് ചാണക്യനീതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളൊരു ദീർഘയാത്ര പോകുമ്പോൾ ഒരുപാട് ബാഗുകളും ഭാരവും ചുമന്നാൽ നിങ്ങളുടെ വേഗത കുറയുകയല്ലേ ഉള്ളൂ? അതുപോലെ തന്നെയാണ് ജീവിതവും. അനാവശ്യ ചിന്തകളും പഴയകാലത്തെ വേദനകളും ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയൊരു ലോകത്തേക്ക് പറന്നുയരാൻ സാധിക്കൂ. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെയും അവസ്ഥ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു പറഞ്ഞു, ആര് വഞ്ചിച്ചു, ആര് കുറ്റപ്പെടുത്തി, ആരവഗണിച്ചു എന്നിങ്ങനെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളും മനസ്സിൽ കൊണ്ടു നടന്നാൽ നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഹൃദയവും മസ്തിഷ്കവും അനാവശ്യ ചിന്തകളുടെ ഭാരം കൊണ്ട് നേരത്തെ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഈ ഭാരം ഇറക്കിവെക്കുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ആളുകളുടെ അനാവശ്യ സംസാരങ്ങളെ അവഗണിക്കാൻ ശീലിക്കണം. പഴയ ദേഷ്യവും പശ്ചാത്താപവും വളർച്ചയ്ക്ക് തടസ്സമാകുന്ന സകല കാര്യങ്ങളും ഉപേക്ഷിക്കുക. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ചെറിയ കാര്യങ്ങളും ഹൃദയത്തിലേക്കെടുക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും എത്രത്തോളം ലഘുവാക്കുന്നുവോ അത്രത്തോളം വേഗത്തിലും ഉയരത്തിലും നിങ്ങൾക്ക് പറക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളെയും ഗൗരവമായി എടുക്കുന്നവർ എപ്പോഴും അസ്വസ്ഥരും തളർന്നവരുമായിരിക്കും. എന്നാൽ അനാവശ്യ കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ നിൽക്കാതെ അവയെ പുഞ്ചിരിയോടെ അവഗണിക്കാൻ പഠിക്കുന്നവർ സമാധാനവും വിജയവും ഒരേപോലെ സ്വന്തമാക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വില കൽപ്പിക്കാത്ത വ്യക്തികളെയും നിങ്ങളുടെ സമാധാനം കളയുന്ന ചിന്തകളെയും ഇന്നുതന്നെ ഉപേക്ഷിക്കൂ. നിങ്ങൾ എപ്പോൾ ഉള്ളുണർന്ന് സ്വതന്ത്രനാകുന്നുവോ അന്ന് ലോകം നിങ്ങളുടെ പിന്നാലെ വരും. അടുത്തതായി നാം മനസ്സിലാക്കേണ്ടത് നോ അഥവാ അല്ല എന്ന് പറയാനുള്ള കരുത്തിനെക്കുറിച്ചാണ്. ജീവിതത്തിൽ പോസിറ്റീവായിരിക്കുക എന്നത് എത്രത്തോളം പ്രധാനമാണോ അത്ര തന്നെ പ്രധാനമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് വിയോജിക്കാനുള്ള കഴിവും. പാവം പിടിച്ചവരും നിഷ്കളങ്കരുമായ ആളുകൾ മറ്റുള്ളവർ പറയുന്നത് കണ്ണടച്ചനുസരിക്കാറുണ്ട്. എല്ലാവരെയും സഹായിച്ചാൽ താനൊരു നല്ല മനുഷ്യനാകുമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ഈ ശീലം പലപ്പോഴും അവർക്ക് വലിയ വിനയായി മാറാറുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ച് ഓടി നടന്നാൽ ഒരു ദിവസം നിങ്ങൾ തളർന്നുപോകും. നിങ്ങളുടെ വിനയത്തെ ഒരു ബലഹീനതയായി കണ്ട് മറ്റുള്ളവർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങും. ചാണക്യനീതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൃത്യസമയത്ത് അല്ല എന്ന് പറയാൻ പഠിക്കണമെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കൈകളിലെ വെറുമൊരു പാവയായി മാറും. നിങ്ങളുടെ ക്ഷമ അവരുടെ ആയുധമായി മാറും. അവർ നിങ്ങളെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അതിർവരമ്പുകൾ നിശ്ചയിക്കണം. മറ്റുള്ളവരുടെ തെറ്റായ ആവശ്യങ്ങളെ കേട്ടില്ലെന്ന് നടിക്കാൻ ശീലിക്കണം. നിങ്ങൾ ഈ ലോകത്ത് ജനിച്ചത് എല്ലാവരെയും എപ്പോഴും തൃപ്തിപ്പെടുത്താനല്ല. നിങ്ങൾക്കും ഒരു വ്യക്തിത്വമുണ്ട്, സ്വന്തമായി സ്വപ്നങ്ങളുണ്ട്, അന്തസ്സുണ്ട്. മറ്റുള്ളവർക്കു വേണ്ടി നിങ്ങളുടെ വ്യക്തിത്വം പണയപ്പെടുത്തിയാൽ പിന്നെ ആ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് നിങ്ങളുടെ വളർച്ചയെ തടയുന്നവരെയും നിങ്ങളെ വേദനിപ്പിക്കുന്നവരെയും അവഗണിക്കാൻ പഠിക്കുക. അത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന് അനിവാര്യമാണ്. മറ്റുള്ളവരുടെ വാക്കുകളെ ഹൃദയത്തിലേക്ക് എടുക്കുന്നത് നിർത്തുക. അവർക്ക് മുഖത്തു നോക്കി നോ എന്ന് പറയാനും അവരിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കാനും ശീലിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുകയും ചെയ്യും. പുറത്തുള്ളവരോട് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലെ മോശം ശീലങ്ങളോടും നോ എന്ന് പറയാൻ പഠിക്കണം. പ്രഭാതത്തിലെ മടി, ഭയം, നെഗറ്റീവ് ചിന്തകൾ, അനാവശ്യ ഉത്കണ്ഠകൾ ഇതെല്ലാം നിങ്ങളെ താഴേക്ക് വലിക്കുന്ന ഭാരങ്ങളാണ്. ലോകത്തെ എല്ലാ വിജയികളും ഈ തടസ്സങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചവരാണ്. അവഗണനയും വിയോജിപ്പും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നവർക്ക് മാത്രമേ ഏതൊരു പോരാട്ടത്തിലും വിജയിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയൂ. ഇനി 6ാമത്തെ പാഠം, ചെവികൾക്ക് അല്പം വിശ്രമം നൽകുക. അതായത് ഒരു പുറംനാട്ടുകാരനെപ്പോലെ പെരുമാറുക. ലോകം പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് നിർത്തി സ്വയം കരുത്തനാകുക. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നറിയാൻ നമുക്കെല്ലാവർക്കും വലിയ ആകാംക്ഷയാണ്. അവൻ എന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഒന്ന് പറയൂ, ബാക്കി കൂടി പറയൂ.
എന്ന് ചോദിച്ചു ചെല്ലുന്നത് നമ്മുടെ ഏറ്റവും വലിയ ബലഹീനതയാണ്. ഇങ്ങനെ കേൾക്കുന്നത് നമ്മെ മെച്ചപ്പെടുത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ സത്യമതല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അമിതമായി കാതോർക്കുമ്പോൾ അവർ അത് മുതലെടുക്കും. അവർ നിങ്ങളെ പുകഴ്ത്തുകയാണെങ്കിലും ഇകഴ്ത്തുകയാണെങ്കിലും അവരുടെ ലക്ഷ്യം നിങ്ങളെ മാനസികമായി നിയന്ത്രിക്കുക എന്നതാണ്. അവരുടെ വാക്കുകളിൽ കുരുങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളും കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്ന് സ്വന്തം മനസ്സിനെ സംരക്ഷിക്കണം. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ, സാരമില്ല സുഹൃത്തേ, നീ നിന്റെ കാര്യം നോക്കൂ, എനിക്കെന്നെക്കുറിച്ച് നന്നായി അറിയാം എന്ന മനോഭാവം വളർത്തിയെടുക്കുക. നിങ്ങളുടെ ഈ നിസ്സംഗത അവരുടെ ആത്മവിശ്വാസം തകർക്കും. നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. നിങ്ങൾ കേൾക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അനാവശ്യമായ സംസാരങ്ങളെയും ഗോസിപ്പുകളെയും പൂർണ്ണമായും അവഗണിക്കുക. ഇത് നിങ്ങളുടെ ഊർജ്ജം ലാഭിക്കാനും മനസ്സിന് ശാന്തി നൽകാനും സഹായിക്കും. ചാണക്യനീതിയിൽ പറയുന്നതുപോലെ മറ്റുള്ളവരുടെ വാക്കുകളെ കേട്ടില്ലെന്ന് നടിക്കാൻ പഠിക്കുന്നവനെ തേടി ലോകം പിന്നാലെ വരും. ഏഴാമത്തെ പ്രധാന കാര്യം, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും എല്ലാവർക്കുമായി തുറന്നിടരുത്. അല്പം ദുരൂഹത കാത്തുസൂക്ഷിക്കുക. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ സ്വകാര്യ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് മുന്നിൽ വിളമ്പിവെക്കുന്നു എന്നതാണ്. എന്ത് കഴിക്കുന്നു, എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയോ നേരിട്ടോ മറ്റുള്ളവരെ അറിയിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ എല്ലാവർക്കും മുന്നിൽ വെക്കുമ്പോൾ ആളുകളുടെ കണ്ണിൽ നിങ്ങളുടെ വില കുറയും. അവർ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും. ചാണക്യൻ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ രഹസ്യങ്ങളും പദ്ധതികളും ലോകമറിയുന്ന നിമിഷം മുതൽ അയാളുടെ തകർച്ചയും തുടങ്ങുന്നു. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയാത്ത വിധം ഒരു നിഗൂഢത നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നീക്കങ്ങളും പദ്ധതികളും എല്ലാവരോടും വിളിച്ചു പറയുന്ന ശീലം നിർത്തുക. കാരണം ഇന്ന് നിങ്ങളെ കേൾക്കുന്നവർ തന്നെയാകാം നാളെ ആ വിവരങ്ങൾ നിങ്ങൾക്കെതിരെ ആയുധമാക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും അല്പം ദുരൂഹത കാത്തുസൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്കെല്ലാം അറിയില്ലെങ്കിൽ അവരിൽ നിങ്ങളോടുള്ള കൗതുകം വർദ്ധിക്കും. ഇയാളുടെ മനസ്സിലെന്താണ്, ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നിങ്ങനെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ആകാംക്ഷയാണ് ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഉള്ളിലുള്ളതെല്ലാം വിളിച്ചു പറയുന്ന ഒരാളിൽ എന്ത് പ്രത്യേകതയാണ് അവശേഷിക്കുന്നത്? എന്നാൽ മിതമായി മാത്രം സംസാരിക്കുകയും സ്വന്തം കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നവർ മറ്റുള്ളവരുടെ കണ്ണിൽ വ്യത്യസ്തരായിരിക്കും. അങ്ങനെയുള്ളവർ സംസാരിക്കുമ്പോൾ ലോകമത് കാതോർക്കും. അവരുടെ ഓരോ ചലനങ്ങളെയും ബഹുമാനത്തോടെ നോക്കിക്കാണും. നിങ്ങളുടെ ജീവിതം സ്വകാര്യമായി സൂക്ഷിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ വിലകുറച്ചു കാണില്ല. നിങ്ങളെക്കുറിച്ച് മോശമായ ധാരണകൾ വെച്ചുപുലർത്താൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ നിശബ്ദതയും മിതമായ സംസാരവുമാണ് നിങ്ങളെ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ടു നിർത്തുന്നത്. എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശനം നൽകരുത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ എല്ലാവരും അറിയേണ്ടതില്ല. നിങ്ങളെത്തന്നെ അല്പം പരിമിതപ്പെടുത്തുമ്പോൾ നിങ്ങളെ കൂടുതൽ അറിയാൻ ലോകത്തിന് ആവേശം കൂടും. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണമെന്നും നിങ്ങളുടെ പിന്നാലെ വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നിഗൂഢത നിലനിർത്തുക. ആവശ്യമുള്ളത് മാത്രം പറയുക. ബാക്കിയുള്ളവ നിങ്ങളിൽ തന്നെ ഒളിപ്പിച്ചുവെക്കുക. ഇനി എട്ടാമത്തെ പ്രധാന പാഠം, നിങ്ങളുടെ ശ്രദ്ധ അഥവാ അറ്റൻഷൻ വളരെ ബുദ്ധിപൂർവ്വം മാത്രം ചിലവഴിക്കുക. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. ഇന്നത്തെ ലോകത്ത് പണമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശ്രദ്ധയാണ് ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യം. നിങ്ങൾ എന്തിനാണോ ശ്രദ്ധ നൽകുന്നത് അത് നിങ്ങളുടെ മനസ്സിനെ കീഴടക്കും. നിങ്ങൾ ആർക്കാണോ സമയം നൽകുന്നത് അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ശ്രദ്ധ എന്നത് ഒരു കറൻസി പോലെയാണ്. അതെവിടെ ചിലവാക്കണം എന്ന് കൃത്യമായ ധാരണ വേണം. ഇന്ന് പലരും അനാവശ്യമായ തർക്കങ്ങൾക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും വിലയില്ലാത്ത മനുഷ്യർക്കും വേണ്ടി തങ്ങളുടെ ശ്രദ്ധ പാഴാക്കുന്നു. ഇതിനിടയിൽ സ്വന്തം വളർച്ചയും ലക്ഷ്യങ്ങളും ബന്ധങ്ങളും അവർ മറന്നുപോകുന്നു. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ ഒരു അധികാരമാണെന്നും അത് അർഹരായവർക്ക് മാത്രമേ നൽകൂ എന്നും നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തും. ചാണക്യനീതിയിൽ പറയുന്നതുപോലെ എവിടെ നിന്നാണോ എന്തെങ്കിലും പഠിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഗുണമുണ്ടാകുന്നത് അവിടെ മാത്രം ശ്രദ്ധ നൽകുക. അല്ലാത്തപക്ഷം മൗനം പാലിക്കുക. നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കും. അവഗണിക്കുക എന്നാൽ വെറുതെ മിണ്ടാതിരിക്കുക എന്നല്ല, മറിച്ച് എന്റെ ഊർജ്ജവും സമയവും ആർക്ക് നൽകണം എന്ന് ഞാൻ തീരുമാനിക്കുന്നതാണ്. അനാവശ്യ തർക്കങ്ങളെയും മനുഷ്യരെയും അവഗണിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം താനെ ഉയരും. സ്വന്തം ശ്രദ്ധയെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് തന്റെ ജീവിതത്തെയും നിയന്ത്രിക്കാൻ കഴിയും.
എല്ലാവർക്കും വേണ്ടി സ്വന്തം ഊർജം ചിലവാക്കുന്നവർ പതിയെ സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാനോ അവഗണിക്കാനോ ശ്രമിച്ചാൽ ഒന്നുമാത്രം ചിന്തിക്കുക: ഈ വ്യക്തിയോ ഈ വിഷയമോ എന്റെ വിലപ്പെട്ട ശ്രദ്ധ അർഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ശാന്തനായി അവരെ അവഗണിച്ച് മുന്നോട്ടു പോകുക. നിങ്ങളുടെ ശ്രദ്ധ അത്ര എളുപ്പത്തിൽ കിട്ടില്ലെന്ന് വരുമ്പോൾ മാത്രമേ ലോകം നിങ്ങളെ ഗൗരവമായി എടുക്കുകയുള്ളൂ. അപ്പോൾ അവർ തനിയെ നിങ്ങളുടെ പിന്നാലെ വരും.